പുതിയൊരു തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഈ തട്ടിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരാൾ അറിയാതെ കാശ് അയച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വരും വാട്സപ്പിൽ. എന്നിട്ടൊരു QR കോഡ് അയച്ചു തരും. ഞങ്ങൾക്ക് അറിയാതെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് കാശ് അയച്ചു, നിങ്ങളിതാ ഈ ഒരു QR കോഡിലേക്ക് ഈ കാശും തിരിച്ചയക്കുന്നതാണ്. നമ്മൾ കരുതുന്നത് ശരിയാണെന്ന് കരുതിയിട്ട് ആ ഒരു QR കോഡിലേക്ക് നമുക്ക് അറിയാതെ അയാൾ അയച്ചെന്ന കാശ് തിരിച്ചയച്ചു കൊടുക്കും. ഇതൊരു വലിയ ട്രാപ്പാണ്. കാരണം ഈ ഒരു QR കോഡിൽ വലിയൊരു എമൗണ്ട് സെറ്റ് ചെയ്തിട്ടാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുക. നമ്മുടെ അക്കൗണ്ട് വഴി, അത് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ മറ്റേതെങ്കിലും UPI അക്കൗണ്ട് വഴിയൊക്കെ നമ്മൾ കാശ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വളരെ വലിയൊരു തുക നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരമൊരു തട്ടിപ്പ് നമ്മളിലേക്ക് ഒരാളിങ്ങനെ കാശ് മാറി അയച്ചിട്ടുണ്ട്, നിങ്ങൾ ആ ഒരു ഫോൺ പേ വഴിയോ QR കോഡ് വഴിയോ ഒന്ന് കാശ് അയച്ചിരുന്നു പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പോലീസുകാരൻ പറയുന്ന കാര്യം, ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈന്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഒരിക്കലും നമ്മൾ ഇത്തരം തട്ടിപ്പിൽ വീഴാതിരിക്കുക. ഒരുപാട് തട്ടിപ്പുകൾ ഇത് സംബന്ധമായിട്ട് നടന്നതുകൊണ്ടാണ് ഈ ഒരു മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്.